ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വല മൊത്തം കെട്ടിയെല്ലാം ഇണക്കി എല്ലാം റെഡിയായി ഇണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മേച്ചറുടെ കൂടെ മേളിലത്തെ ചേറ്റാടിയെ കൂടെ നമ്മൾ ചരട് കയറ്റിയിരിക്കുകയാണ്. നമ്മൾ ഈ മേളിലിടേണ്ട ചരട് ഈ ചേറ്റാടിയെ കൂടെ കോർക്കരുത്. അങ്ങനെ കോർത്താൽ ഇത് പിരിഞ്ഞു പോകും. ഈ ചരടിന് ഈ മേളിലത്തെ ചരടിന് പിരിവ് വരും. അപ്പോൾ വല പിരിഞ്ഞു കിടക്കും. അതായത് മേളിലത്തെ ഇതുമായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു കഷ്ണം കയറെടുത്ത് അതേലേ കോർക്കാവുള്ളൂ. രണ്ടാമത് ഇതുവഴി കോർക്കുമ്പം നമ്മളിത് ഈ വലയുടെ ഈ വശവും ഇതിൻ്റെ മേളിലത്തെ നൂലാണ് മേളി വരേണ്ടത്. ഇത് തിരിഞ്ഞു പോയാൽ അത്രയും ഭാഗം ചുരുങ്ങിക്കിടക്കും. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പൊങ്ങ് വരുന്ന വശത്ത് അത് പൊങ്ങ് കോർക്കുന്നതും ശ്രദ്ധിച്ച് കോർത്തില്ലേ, പൊങ്ങിൻ്റെ അവിടെ ചുരുങ്ങിക്കിടക്കും. ഇങ്ങനെ കോർത്ത് നമുക്ക് വിടണം. ഒരാൾ സഹായം ഉണ്ടെങ്കിൽ എളുപ്പം കാര്യം നടക്കും. എന്നെ സഹായിക്കുന്ന ലോലാമ്മയാണ്. ആ പൊങ്ങിൻ്റെ അവിടെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ പൊങ്ങിൻ്റെ അവിടെ അടുത്തായി. നമ്മൾ ഈ വലയുടെ വിലയൊന്നുമല്ല വിഷയം, പക്ഷേ ഈ വല ഇണക്കുന്നതാണ് വരുന്ന വിഷയം വരുന്നത്. കണ്ടോ, പൊങ്ങുണ്ടോ? അത് ശ്രദ്ധിച്ച് പിടിച്ച് കയറ്റില്ലേ പൊങ്ങ് പിരിഞ്ഞു കിടക്കും. ഇങ്ങനെ ഈ പൊങ്ങിനിടയിൽ കൂടെ ഇതിൻ്റെ തുളയിൽ കൂടെ തന്നെ കയറ്റണം. കയറ്റിയിട്ട് ഇങ്ങേ വശത്ത് കണ്ണിയെ നമ്മൾ കോർക്കുന്ന പോലെ തന്നെ കോർക്കണം. അപ്പോൾ ഈ പൊങ്ങ കെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ആദ്യത്തെ കണ്ണിക്ക് നീളക്കുറവുണ്ട്. അത് സാരമില്ല, അത് തിരിയത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുഴുവൻ കോർത്ത് കഴിഞ്ഞിട്ട് ഈ കയറിൻ്റെ അറ്റത്ത് നമ്മൾ മേളിലിടേണ്ടതൊക്കെ പിരിച്ച് കയറ്റിയിട്ട് വലിച്ചെടുക്കും. ആ വലിച്ചെടുക്കുന്ന അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.